Most welcome to the most wanted. Rome is not built in a day. ഒരു ദിവസം കൊണ്ട് അല്ല റോമ നഗരം സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതുപോലെ ഒരു ദിവസം കൊണ്ട് പൊട്ടിപ്പുറപ്പെടുന്നതല്ല യുദ്ധം. ഇപ്പോൾ പശ്ചിമേഷ്യൻ മേഖലയിൽ, ഗൾഫ് മേഖലയിൽ യുദ്ധം കഴിഞ്ഞ ദിവസങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പെട്ടെന്നൊരു കാരണമുണ്ടാകാം എങ്കിൽ പോലും ഒരു യുദ്ധമുണ്ടാകുന്നത് അനുക്രമേണയുള്ള ടെൻഷൻസ്, സംഘർഷങ്ങൾ ആ മേഖലയിൽ ഉരുത്തിരിഞ്ഞു വരുന്നതിൻ്റെ ഒരു പൊട്ടിത്തെറിയാണ് യഥാർത്ഥത്തിൽ യുദ്ധമായി പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ടാണ് ഇത്തവണ ഇറാനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം 28-ാം തീയതി, ഫെബ്രുവരി 28-ാം തീയതി ശനിയാഴ്ചയായിരുന്നു. അന്നേ ദിവസം, അതായത് പിറ്റേ ദിവസം ഞായറാഴ്ച വെളുപ്പിന്, നമ്മുടെ ഇന്ത്യൻ സമയം അനുസരിച്ച് ഞായറാഴ്ച വെളുപ്പിന് തന്നെ അയത്തുള്ള അലി ഖൊമേനി എന്ന് പറയുന്ന അവിടുത്തെ പരമോന്നത നേതാവും ആത്മീയാചാര്യനുമായിട്ടുള്ള മുൻ ഭരണാധികാരിയെയും കുടുംബത്തെയും കൊലപ്പെടുത്തി. അതോടൊപ്പം സൈനിക മേധാവി, ഒപ്പം 40 സൈനിക ഉപദേഷ്ടാക്കളെയും യുദ്ധത്തിൽ, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന സംഘടന, യുദ്ധസന്നാഹം സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. ഇസ്ഫഹാൻ, ഖാരജ്, കർമാൻഷാ, ഖം, ടാബ്രിസ് എന്നീ സൈനിക കേന്ദ്രങ്ങളും ഈ സംയുക്ത സേന ആക്രമിച്ചു, നശിപ്പിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. ഇതിനെ ഇറാൻ തിരിച്ചടിച്ചു. ബാലിസ്റ്റിക് മിസൈൽസ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു. അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചു. അതുപോലെ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, സൗദി തുടങ്ങിയ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെല്ലാം ഉള്ള അമേരിക്കൻ, ഇസ്രായേൽ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. അങ്ങനെ ഈ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ കൂടി യുദ്ധം വ്യാപിക്കുന്നതോടുകൂടിയാണ് ഇതൊരു മൂന്നാം ഗൾഫ് യുദ്ധമാണോ എന്ന് സ്വാഭാവികമായും അന്താരാഷ്ട്ര വിദഗ്ധർ സംശയം രേഖപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ 1957 തന്നെ ന്യൂക്ലിയർ പദ്ധതി, ആണവോർജ പദ്ധതി നടപ്പാക്കിയ രാജ്യമാണ്, ആണവ പദ്ധതി നടപ്പാക്കിയ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ മറച്ചു വെച്ച് അവിടങ്ങളിൽ 2 ന്യൂക്ലിയർ സൈറ്റുകൾ ഉണ്ട് എന്ന് നാഷണൽ കൗൺസിൽ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ തന്നെ 2002 പുറത്തുവിട്ട വിവരമാണ്. യുറേനിയം സമ്പുഷ്ടീകരണം, യുറേനിയം എൻറിച്ച്മെന്റ് നിർത്തിവെക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ 1696 പ്രമേയത്തിലൂടെ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. 2011-നും 2015-നും ഇടയ്ക്ക് അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധങ്ങൾ ഇതിൻ്റെ പേരിൽ ഇറാന് നേരെ ഏർപ്പെടുത്തി. ഇറാന്റെ സമ്പദ്ഘടന ഏതാണ്ട് 20% അങ്ങ് ഇടിഞ്ഞു പോയതായിരുന്നു.
2013 ഹസൻ റുഹാനി ഇറാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഈ ഉപരോധങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്യും, നീക്കം ചെയ്യും എന്ന് വാഗ്ദാനം നൽകിയിരുന്നു. ഇക്കാലയളവിൽ അമേരിക്ക മുൻകൈയെടുത്ത് നിരവധി ഉഭയകക്ഷി ചർച്ചകളും സന്ധി സംഭാഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി സന്ധി സംഭാഷണങ്ങൾക്ക് വേണ്ടി T5+1 എന്ന് പറയുന്ന 5 രാജ്യങ്ങളും ഇറാനും അടങ്ങുന്ന പ്രധാനപ്പെട്ട 5 രാജ്യങ്ങൾ ചൈന, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ഇംഗ്ലണ്ട്, ഒപ്പം ഇറാനും അടങ്ങുന്ന P+1 എന്ന് പറയുന്ന ഒരു സഖ്യം, അലയൻസ് ഉണ്ടാക്കി സന്ധി സംഭാഷണം നടത്താം. അങ്ങനെയാണ് ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ, സംയുക്ത പ്രവർത്തന പദ്ധതി ആണവ നിരായുധീകരണത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കി എടുത്തത്. അത് 2015 നിലവിൽ വരികയും ചെയ്തു. എന്നിട്ടും ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണം ഇറാൻ നിർത്തിവെച്ചില്ല, തുടർന്നുകൊണ്ടും വികസിപ്പിച്ചുകൊണ്ട് വരുന്നു. യഥാർത്ഥത്തിൽ ഫലസ്തീനിയൻ തീവ്രവാദ ഗ്രൂപ്പ് ആയിട്ടുള്ള ഹമാസിന് വർഷങ്ങളായിട്ട് സൈനികമായിട്ടുള്ള പരിശീലനവും സാമ്പത്തിക സഹായവും ചെയ്തു വരുന്നത് ഇറാനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോകത്താകെ. ഇത് 2023 ഒക്ടോബർ 7 പൊടുന്നനെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിന് അവിടം വരെ ഇറാന്റെ സഹായം ഹമാസിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടാതെ ലെബനൻ തീവ്രവാദ ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുള്ള, യമനിലെ ഹൂത്തി സംഘം എന്നീ തീവ്രവാദി സംഘടനകൾക്കും ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിലെ ഷിയ വിഭാഗങ്ങൾക്കും ഭീകരന്മാർക്കും പണവും പരിശീലനവും ഇറാൻ നൽകിയിട്ടുണ്ട്. $1 ബില്യൺ വർഷം തോറും ഭീകരവാദത്തിന് അതിൻ്റെ സഹായമായിട്ട്, സംഘടനകൾക്ക് സഹായമായി ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് US ഇതിനു മുമ്പ് ആരോപിച്ചു. ഒരു വർഷം $1 ബില്യൺ. 2019 ബാഗ്ദാദിലെ US എംബസി പിടിച്ചെടുക്കാൻ ഇറാൻ സഹായിക്കുന്നതായിട്ട് അമേരിക്ക കണ്ടെത്തി. ട്രംപ് അത് പ്രസ്താവന നടത്തുകയും ചെയ്തതാണ്. സംഘർഷം ഇങ്ങനെ രൂക്ഷമായതോടെയാണ് ദിവസങ്ങൾക്കുള്ളിൽ കുർദ് സേനയുടെ നേതാവായിട്ടുള്ള ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിക്കുന്നത്. വീണ്ടും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം തുറന്നുകൊണ്ടേയിരുന്നു. 2024 ഇസ്രായേലും ഇറാനും നേരിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങി. ഏപ്രിൽ 1 സിറിയയിലെ ഡമാസ്കസിലുണ്ടായിരുന്ന ഇറാനിയൻ എംബസി നയതന്ത്ര സമുച്ചയം ഇസ്രായേൽ തകർത്തു. വ്യോമാക്രമണത്തിലൂടെയാണ് അങ്ങനെ ചെയ്തത്. ഇതിൽ 2 ജനറൽമാരും 5 സൈനിക ഉപദേഷ്ടാക്കളും കൊല്ലപ്പെട്ടു ഇറാൻ്റെ. ഇതേ തുടർന്ന് 180 ഡ്രോണുകളും മിസൈലുകളും ഇവർ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു. ഇസ്രായേൽ ശക്തമായ നേരിട്ടുള്ള ആക്രമണത്തിന് ഇതോടെ തുടക്കം കുറിക്കുകയായിരുന്നു. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ ദുർബലപ്പെടുത്തി. സിറിയയിൽ ഭരണത്തിലുണ്ടായിരുന്ന ഭരണാധികാരി ബാഷർ അൽ അസദിനെ ആ ഭരണകൂടത്തെ കട്ടപ്പുഴക്കി എറിഞ്ഞു. 2025 ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ ഇസ്രായേലിന് വീര്യം കൂടുകയാണ് ഉണ്ടായത്. ഇറാൻ നടത്തുന്ന അണ്വായുധ ശേഖര വികസനം പ്രാദേശികമായ അസന്തുലിതാവസ്ഥയ്ക്ക് അധികാര സന്തുലന അവസ്ഥ അസ്ഥാനത്താക്കുമെന്ന്, അധികാര സന്തുലനം, റീജിയണൽ പവർ ഓഫ് ബാലൻസ് ഓഫ് പവർ അസ്ഥാനത്താക്കുമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. ജൂൺ 12 ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി
ഇറാൻ ആണവ നിർവ്യാപന ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതായി പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം തന്നെ ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാന് നേരെ വ്യാപകമായൊരു സൈനിക ആക്രമണം അഴിച്ചുവിട്ടു. ഇറാൻ വിദേശകാര്യമന്ത്രി ഇതൊരു യുദ്ധപ്രവൃത്തി തന്നെയാണ്, നീക്കം തന്നെയാണ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഡസൻ കണക്കിന് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രായേലിൽ വർഷിച്ചുകൊണ്ടാണ് ഇതിനോട് ഇറാൻ പ്രതികരിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഇറാന്റെ അണ്വായുധ നിർമ്മാണത്തിന് വേണ്ടിയുള്ള അവസാന ശ്രമമായിരിക്കും ഇതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇസ്രായേലിന് തുറന്ന പിന്തുണയുമായിട്ട് ട്രംപ് രംഗത്ത് വന്നു. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പച്ചക്കൊടി കാട്ടി. അങ്ങനെയാണ് 2026 ഫെബ്രുവരി 28 പ്രത്യക്ഷമായ യുദ്ധത്തിലേക്ക് 3 രാജ്യങ്ങളും ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, യുദ്ധത്തിൽ കക്ഷികളല്ലാത്ത മറ്റ് ഗൾഫ് കൺട്രീസ്, പശ്ചിമേഷ്യയിലെ ഗൾഫ് കൺട്രീസിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ബഹ്റൈനിൽ, സൗദിയിൽ, കുവൈറ്റിൽ, ഖത്തറിൽ ഒക്കെ ഈ ഇറാൻ്റെ ആക്രമണം ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാത് രാജ്യങ്ങൾക്ക് നേരെയുള്ള യുദ്ധമല്ല, പക്ഷേ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ച് ആ രാജ്യങ്ങളിലേക്ക് നടത്തുന്ന ആക്രമണമാണ്. അതിലും നിരപരാധികളായ ഒട്ടേറെ മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും യുദ്ധമുണ്ടായാൽ അതിൽ നിരപരാധികളും കൊല്ലപ്പെടും, എല്ലാ സൈനികരും കൊല്ലപ്പെടും, സായുധരായിട്ടുള്ളവരും കൊല്ലപ്പെടും ഒക്കെ ഉണ്ടെങ്കിലും യുദ്ധം എന്ന് പറയുന്നതിൻ്റെ ആത്യന്തികമായ നേട്ടം എന്ന് പറയുന്നത് ദുരന്തം മാത്രമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി മനുഷ്യരാശിയുടെ തോളിൽ തട്ടി കാലം വെളിപാട് ഓതുന്ന ഒരു സന്ദർഭമാണ് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഒന്നിനും പര്യവസാനമല്ല. ഈ സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങളും ലോക നേതാക്കന്മാരും ഒത്തുചേർന്ന് ഈ പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുമെന്നുള്ള പ്രത്യാശയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.